സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയും CPM നേതാക്കളും പ്രവർത്തകരും പ്രതികളായിട്ടുള്ള ബോസ്കോ കേസുകളിൽ പോലീസ് തുടരുന്ന നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും 2025 ജനുവരി 29 ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് പള്ളത്താങ്കുളങ്ങര വെള്ളി മൈതാനിയിൽ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് MG സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ധർണ മുൻ MP KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം സെക്രട്ടറി MJ ടോമി, ഉനബ സന്തോഷ്, സോളിരാജ്, ബ്ലോക്ക് ഭാരവാഹികൾ, വനിതാ കോൺഗ്രസ് ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ ബാങ്ക് അംഗങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. കൗൺസിലർ കലാരാജു ഒരു വനിതയാണ്. കലാരാജു വരികയാണ്. അവർ വന്നപ്പോൾ ഇവർക്കൊരു സംശയം. ഈ കലാരാജു കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് നമുക്കിട്ട് പണിയും നമുക്കെതിരായി വോട്ട് ചെയ്യും എന്ന തോന്നലുണ്ടായപ്പോ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അങ്ങനെ സകല നേതാക്കന്മാരും ചേർന്ന് പരസ്യമായി നഗരസഭാ ചെയർപേഴ്സന്റെ വാഹനത്തിൽ അവരെ തട്ടിക്കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം എന്തിനാണ് ഈ നഗരസഭാ ചെയർപേഴ്സണ് വണ്ടി കൊടുക്കുന്നത്. പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ഡീസൽ മേടിച്ച് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും പണം കൊടുത്ത് വണ്ടി വാങ്ങി അവിടുന്ന് ഡ്രൈവറെ നിയമിച്ച് എന്തിനാണ് ഈ വണ്ടി കൊടുക്കുന്നത്, വാഹനം കൊടുക്കുന്നത്? ഇന്നൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവർക്ക് അധികാരങ്ങളും അവർക്കുള്ള ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാൻ വാഹനമില്ലാതെ നടക്കുകയില്ല. വാഹനം വേണം. അതൊരാർപ്പാടമല്ല, അതൊരാഘോഷമല്ല. കാരണം അത്രയേറെ ഉത്തരവാദിത്തങ്ങൾ ലോക്കൽ ഗവൺമെന്റായ പ്രാദേശിക ഭരണകൂടമായ ഒരു പഞ്ചായത്തിനുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കും ഓടിയെത്തണം, ജനപ്രതിനിധികൾക്കും ഓടിയെത്തണം. അങ്ങനെ ഓടിയെത്തേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വാഹനം ഉപയോഗിക്കുന്നത്. അത് അനധികൃതമായി ഉപയോഗിക്കാൻ പാടില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ കൊണ്ടുപോയി, മുനിസിപ്പൽ ചെയർമാന്റെ വീട്ടിൽ കൊണ്ടുപോയി വാഹനം ഇടാൻ പാടില്ല. ഓട്ടം കഴിഞ്ഞാൽ ആ വാഹനം കൊണ്ടുവന്ന് പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പൽ ഓഫീസിലോ സൂക്ഷിക്കണം. അവിടെ നിന്ന് പിറ്റേ ദിവസം ചെയർപേഴ്സണെയോ പ്രസിഡന്റിനെയോ വീട്ടിൽ പോയി എവിടെ പോയും കൊണ്ടുവരണം. അങ്ങനെ പഞ്ചായത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനത്തിൽ പ്രിയപ്പെട്ടവരെ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കയറിയിരുന്ന് പോകേണ്ട വാഹനത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ വാഹനത്തിൽ കൊണ്ടുപോയത് ആ കൗൺസിലിലെ CPMന്റെ ഭരണപക്ഷത്ത് നിൽക്കുന്ന ഒരു കൗൺസിലറെയാണ് ശ്രീമതി കലാരാജു. അവർക്ക് ഭർത്താവില്ല, രാജു മരിച്ചുപോയി ദിവസങ്ങളായി. അവരുടെ കുടുംബ വീട് വിൽക്കുകയും അങ്ങനെ CPMകാർ ഇടപെട്ടവരെ വഴിയാധാരമാക്കി എന്നാണ് അവർ പറയുന്നത്. വഴിയാധാരമാക്കി. അത് മറ്റൊരു കാര്യം, CPMകാർ തന്നെ ഇടപെട്ട് അവരെ വഴിയാധാരമാക്കി എന്നാണ് അവർ പറയുന്നത്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് എങ്ങോട്ടാണ്? CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ. തട്ടിക്കൊണ്ടുപോയവരെ പാർപ്പിക്കുന്ന സ്ഥലമാണോ CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ്? ആണോ? CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസെ തട്ടിക്കൊണ്ടുപോയി CPMന്റെ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. DYFക്കാർ മർദ്ദിക്കുന്നു, ചീത്ത പറയുന്നു, അവരെ സാരി പിടിച്ചു വലിക്കുന്നു. എങ്ങനെയൊക്കെ അവരെ അപമാനിക്കാൻ കഴിയുമോ, എങ്ങനെയൊക്കെ അവരെ ഭീഷണിപ്പെടുത്താൻ കഴിയുമോ അത് മുഴുവനും ചെയ്യുകയാണ്. ജാള്യത മറച്ചു വെക്കാൻ കള്ളപ്രചരണം അഴിച്ചുവിടുകയാണ്. കള്ളപ്രചരണം. കലാരാജു കാലുമാറുമെന്ന് ഇവർക്കൊരു ഭയം. കലാരാജു കാലുമാറുമെന്ന് ഇവർക്കൊരു ഭയം. കലാരാജു കാല് മാറിയില്ലെങ്കിൽ അത് കൗൺസിൽ യോഗത്തിൽ അറിയാൻ കഴിയൂ. അവർക്ക് സംശയം. കലാരാജുവിനെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് അവഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചിലപ്പോൾ മാറിപ്പോകുമെന്ന് തോന്നിയത് കൊണ്ടാണ്, ആ സ്വഭാവം അവർ കാണിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് അവരെ തട്ടിക്കൊണ്ടുപോയത്. ഇതാണ് സത്യം. അവർ പറയുന്നു, ഞാനിപ്പോഴും CPMകാരത്തിയാണ്, ഞാനിപ്പോഴും CPM കൗൺസിലറാണ്, ഞാനൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല, എന്നെ എന്തിനു തട്ടിക്കൊണ്ടുപോയി? എന്റെ കുടുംബം വഴിയാധാരമാക്കിയ പാർട്ടി എന്നെ എന്തിനു തട്ടിക്കൊണ്ടുപോയി? ആ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അത് കഴിഞ്ഞു. പിന്നെ നടക്കുന്ന നാടകങ്ങൾ പലതാണ്. 4 പേരെ, ഇതുമായി ബന്ധമില്ലാത്ത 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ബഹുജന പ്രക്ഷോഭണം നടത്തുന്നു. UDFന്റെ നേതൃത്വത്തിൽ, അനൂപ് ജേക്കബ് MLAയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരെ പ്രതികളാക്കി പോലീസ് കേസെടുക്കുന്നു. അണികളെ വിറ്റ് കാശ് മേടിക്കുന്ന പാർട്ടിയായി ഈ പാർട്ടി മാറി. അധികാരത്തിന്റെ
അഹങ്കാരത്തിൽ അധികാരത്തിന്റെ മേൽക്കുരയിൽ കയറിയിരുന്ന് കുരയ്ക്കുകയാണ്, എന്തും ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ പോരാട്ടം ഈ നാട്ടിൽ ജനാധിപത്യ വിശ്വാസികൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിക്രൂരമായ ചെന്താമരൻ തുടങ്ങി മുഴുവൻ ആളുകളും പോലീസിന്റെ അനാസ്ഥ കൊണ്ട് മനുഷ്യ ജീവനെ തകർത്ത ഈ നടപടിക്കെതിരെ, അനാസ്ഥക്കെതിരെ അതിശക്തമായി പ്രതികരിക്കണമെന്ന് വിനയപുരുഷ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ധർണയിൽ പങ്കെടുത്ത നേതൃത്വം കൊടുത്ത മുഴുവൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെയും പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. കലാരാജു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു വനിതാ കൗൺസിലർ 3 പതിറ്റാണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകയാണ്. പലപ്പോഴും പാർട്ടി നേതൃത്വത്തിൻ്റെ തെറ്റായ ചില നടപടികൾ ഉണ്ടായപ്പോൾ അവർ അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ നടത്തി പാർട്ടി നേതൃത്വമായി അസ്വാരസ്യമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ്. കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയം അവിടെ ചർച്ചയ്ക്ക് കൊടുത്തപ്പോൾ തന്നെ കലാരാജുവിൻ്റെ അഭിപ്രായ വ്യത്യാസം മനസ്സിലാക്കി മാർക്സിസ്റ്റ് പാർട്ടി അവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർ തൻ്റെ അവസ്ഥയെല്ലാം പാർട്ടിയോട് നേരത്തെ തന്നെ എഴുതി കൊടുക്കുകയും പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. നേതൃത്വം ഇതിലൊന്നും ശ്രദ്ധിച്ചില്ല, ഇടപെട്ടുമില്ല. അവൾ വളരെ സങ്കടത്തോടുകൂടി നേതാക്കന്മാരുടെ വീടുകൾ കയറി ഇറങ്ങി. പക്ഷേ അവരുടെ പരാതിക്കോ അവരുടെ പ്രശ്നങ്ങൾക്കോ പരിഹാരമുണ്ടാകാതെ വന്നപ്പോൾ സ്വാഭാവികമായും താൻ സ്നേഹിച്ച പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറുപടി അവരെ സംബന്ധിച്ചിടത്തോളം വേദനയുണ്ടാക്കി. സ്വാഭാവികമായും അവിശ്വാസ പ്രമേയം വന്നപ്പോൾ കലാരാജുവിൻ്റെ നിലപാടെന്തായിരിക്കുമെന്നതിനെക്കുറിച്ച് പാർട്ടി നേരത്തെ സംശയാസ്പദമായി തന്നെ നോക്കിക്കണ്ടിരുന്നു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ആവശ്യമായ പോലീസ് ബന്ദോബസ്തുണ്ടായി. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സംരക്ഷണം കൊടുത്തത്. അങ്ങനെ അവിശ്വാസ പ്രമേയത്തിന് ചർച്ച ചെയ്യേണ്ട ദിവസം അവർ വന്നിറങ്ങിയപ്പോൾ പാർട്ടി തീരുമാനിച്ചു, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ, ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള, മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തീരുമാനിച്ചു, അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്താൽ ഒരുപക്ഷെ തങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുമോ എന്ന ഒരാശങ്ക. അതുകൊണ്ട് ഇവരെ ഹാളിൽ കയറ്റാതിരിക്കുക, ചർച്ചയിൽ പങ്കെടുപ്പിക്കാതിരിക്കുക, അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള നേരത്തെ കൂട്ടി ഉണ്ടാക്കിയ അരങ്ങ് നേതാക്കന്മാർ അവർ വന്ന ഉടനെ തന്നെ അവരെ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റി. സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാവുമല്ലോ. പക്ഷെ ഒരു സ്ത്രീ എന്ന രീതിയിലുള്ള പരിമിതികളുണ്ട്. ഇവർ വലിയ ഭീഷണി മുഴക്കി, വലിച്ച് കാറിൽ കയറ്റി, സാരി വലിച്ച് കീറി. കാറിൽ കയറിയപ്പോൾ അവരുടെ കാല്
മുഴുവനായി അകത്തോട്ട് കയറി. എൻ്റെ കാല് പുറത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു നേതാവ് പറഞ്ഞാണ് കാല് വെട്ടി അവിടെ കൊണ്ട് തന്നേക്കാന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തൊരു ഭീകരമായ അന്തരീക്ഷമാണ്, ഭീകരമായ നിലപാടാണ് പാർട്ടിയുടേത്. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ആ ജനാധിപത്യ സംവിധാനത്തിൽ കൂറുമാറ്റം കാലുമാറ്റമൊക്കെ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായം ആരംഭിച്ച കാലഘട്ടം മുതൽ പല ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, BJPയുടെ ഗവൺമെൻറ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടും. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയാകേണ്ടത് കോൺഗ്രസ് അല്ലേ? പക്ഷേ BJP ഭൂരിപക്ഷമുള്ള കോൺഗ്രസിന്റെ MLA-മാരെ ഭീഷണിപ്പെടുത്തിയും വിലക്കെടുത്തും അവിടെ BJPയുടെ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 22-5 കക്ഷിനില. അവിടെയാണ് കോൺഗ്രസിന്റെ MLA-മാരെ കാര്യമാറ്റി മുഖ്യമന്ത്രിയായത്. ഒരു സംസ്ഥാനത്തല്ല, 3 സംസ്ഥാനങ്ങളിൽ. അത് ശരിയാണോ? അല്ല. ഒരു കാരണവശാലും അങ്ങനെ അത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്താലും കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല. പക്ഷെ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ പലപ്പോഴും പാർട്ടിയിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കും. പാർട്ടി നേതൃത്വത്തെ അറിയിച്ചാൽ പാർട്ടി നേതൃത്വം ഇടപെടണം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം, അത് പരിഹരിക്കണം. തൻ്റെ പരാതിയും ആരും കേൾക്കാനില്ല, പരിഹരിക്കാനില്ല എന്ന് വരുമ്പോഴുള്ള മാനസികമായൊരവസ്ഥയുണ്ടല്ലോ, അത് പലപ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ടോമി സൂചിപ്പിച്ചതുപോലെ അലങ്ങടല്ല കരിമാലൂർ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ടേം തീരുമാനിച്ചു. അപ്പോൾ 2 വർഷം ഇപ്പോൾ മാറേണ്ട സമയമാണ്. അങ്ങനെ മാറാൻ തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ല. ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടിയൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നത്. ആ ഒരു സ്വതന്ത്രൻ ഈ കാലഘട്ടത്തിലുള്ളിൽ അയാളെ ഒരു പാർട്ടിയിലുമില്ല. ആദ്യം LDF-നെ പിന്തുണച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത്. അതിനുവേണ്ടി അയാൾ വോട്ട് ചെയ്ത ആളാണ്. പക്ഷെ പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയുമായി അകന്ന UDF-ന്റെ കൂടെ അദ്ദേഹം സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ടേം അനുസരിച്ച് പങ്കുവെച്ചതനുസരിച്ച് രാജിവെക്കണം, അടുത്ത പാർട്ടി കൊടുക്കണം. സ്വാഭാവികമായും തങ്ങൾക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് കൊണ്ട് രാജിവെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ കഴിയില്ലല്ലോ. അപ്പം അതിനവർ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ പോൾസൺ ആദ്യമായി കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ ജയിച്ചു വന്ന ഒരു സഹപ്രവർത്തകനാണ്. അപ്പോൾ പാർലമെന്റ് പാർട്ടി കൂടുമ്പോഴൊക്കെ ആ പോൾസൺ കൂടെയുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ തലേ ദിവസം രാത്രി പാർലമെന്റ് പാർട്ടി കൂടി അതിലും വന്നിരുന്നു. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെപ്പിച്ചപ്പോൾ തന്നെ സംശയമുണ്ടായി. ആരാണ് എന്താന്ന് പിടി. കാരണം രാജിവെച്ചാൽ അടുത്ത പ്രസിഡന്റ് ആകുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. കാരണം ആ ടോസിലോ അല്ലെങ്കിൽ നേരിയ ഭൂരിപക്ഷത്തൊക്കെ നിൽക്കുന്ന സ്ഥലമല്ലേ. അപ്പോൾ രാജിവെപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കച്ചവടം ഉറപ്പിച്ചു പോൾസണായിട്ട്. അതാർക്കും അറിയില്ല. ഇത്രയും പഠിച്ച കള്ളൻ ഇവിടെ പറഞ്ഞതുപോലെ അവൻ കോൺഗ്രസിന്റെ പാർലമെന്റിൽ പെട്ടി വരിക, സഹകരിക്കുക, പോവുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ അന്ന് എല്ലാവരും ഒരു 10 പേരും കൂടി നമ്മുടെ പാർട്ടി മെമ്പർമാർ ഒരുമിച്ച് ഒരു വീട്ടിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പോൾസൺ കൂറുമാറി അപ്പുറത്തോട്ട് കൈപ്പത്തിൽ ജയിച്ച ആളാണ്. അങ്ങനെയാണ് പഞ്ചായത്ത് അവർ നിലനിർത്തിയത്. സ്വാഭാവികമായും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല.
കൂറുമാറിയാൻ പറ്റുന്നൊരുത്തനല്ല. കാരണം കോൺഗ്രസ് സജീവമായ പ്രവർത്തകനായിരുന്നു. പക്ഷെ സംഭവിച്ചതെന്താ, പഞ്ചായത്ത് പ്രസിഡന്റ് ആയി. അടുത്ത വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പോൾസിനെ പഞ്ചായത്ത് പ്രസിഡന്റുമാക്കി, വൈസ് പ്രസിഡന്റുമാക്കി. ഒന്നാലോചിച്ചോ, പോൾസിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കി. ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസിനാണ് അവിടെ. അങ്ങനെ കൂറുമാറ്റത്തിനും കാലുമാറ്റത്തിനും വേണ്ടി നമ്മളിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്, കൂറുമാറ്റവും ഒക്കെ നടന്നിട്ടുണ്ട്. ഇല്ലെന്നും ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസ് അതിനെല്ലാം അതീതമായിരുന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും ഒരു നെറിവ് വേണ്ടേ? മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ കലാരാജുവിനെ തല്ലി ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്തു, ഭീഷണിപ്പെടുത്തി. അവസാനം അവരെ തല്ലിയ ആളുകൾക്ക് സുഖമായി നടക്കാം. അവരുടെ മകനെതിരെ കേസ്. മകൻ ആ സമയത്ത് സ്ഥലത്ത് പോലുമില്ല. അവനിങ്ങനെ പഞ്ചായത്തിൽ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് എറണാകുളത്ത് നിന്ന് വരുന്നേ ഉള്ളൂ. ആ സമയത്ത് ഇവനെ പ്രതിയാക്കി അവർ കേസെടുത്തിരിക്കുന്നു. പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പം ഈ സ്ത്രീയെ തല്ലിയവരോ അല്ലെങ്കിൽ സാരി വലിച്ചു കീറിയവരോ ചവിട്ടി മതിച്ചു കൊണ്ടുപോയവരോ ഒന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പത്രക്കാരോട് പറയിപ്പിച്ചു. അവർ വേദനയോടുകൂടി പറഞ്ഞല്ലോ. അപ്പൊ ബാലു എന്ന് പറയുന്ന കലാരാജുവിന്റെ മകൻ, അവൻ വിദേശത്ത് പോകാൻ നിൽക്കുകയാണ്. അവനെ കേസിൽപ്പെടുത്തിയപ്പോൾ അവന്റെ ജീവിതം പോയില്ലേ? പക്ഷേ പോലീസ് ഈ കള്ളക്കേസെടുക്കാൻ വേണ്ടി പാർട്ടി എല്ലാ സമ്മർദ്ദവും ചെലുത്തി. പക്ഷേ എല്ലാ സാഹചര്യത്തിലും നോക്കിയപ്പോൾ അവൻ നിരപരാധിയാണത്, കള്ളക്കേസാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആ കേസ് ഇല്ലാതെയായത്. വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ജനപ്രതിനിധികൾ, മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ ധർണയ്ക്ക് ആസ്പദമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഉദ്ഘാടകൻ ശ്രീ KP ധനപാലൻ ഇവിടെ സൂചിപ്പിച്ചു. അതിനു മുമ്പായി ശ്രീ MJ ടോമിയും ധർണയുടെ വിശദാംശങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യ പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, സഹപ്രവർത്തകന്മാർ തെരുവ് ഗുണ്ടകളെ പോലെ ഈ സംസ്ഥാനത്ത് അഴിഞ്ഞാടുന്ന കാഴ്ച നമുക്ക് ഈ സംസ്ഥാനത്തെമ്പാടും കാണുവാൻ കഴിയുന്നു. ഈ ഗവൺമെന്റിന്റെ കാലാവധി തീരുവാൻ ഇനി ഏതാണ്ട് ഒരു വർഷം മാത്രം അവശേഷിച്ചിരിക്കുന്ന നാളുകളിലാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ എല്ലാ അധികാരവും ദുർവിനിയോഗം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയുന്നത്. കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹൃതമായ മാർഗങ്ങൾ കാണുവാൻ കേരളത്തിലെ ജനങ്ങൾ നൽകിയ അംഗീകാരത്തിന്റെ വെണ്ണക്കല്ലുകൾ കൊണ്ട് ഇന്ന് അധികാര ദുർവിനിയോഗത്തിന്റെ, അക്രമത്തിന്റെ, കൊള്ളയുടെ കോട്ടകൾ കെട്ടിപ്പൊക്കുന്ന കാഴ്ച നമുക്ക് കേരളമെമ്പാടും കാണുവാൻ കഴിയുന്നു. ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പരിഹൃതമായ മാർഗങ്ങൾ കാണുവാൻ കഴിയാതെ പോകുന്ന കാഴ്ച നമ്മൾ കേരളമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നാട്ടിലെ വിഷയങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞവർ
5 വർഷക്കാലത്തെ ഭരണം പൂർത്തീകരിച്ചപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ പ്രളയത്തിന്റെയും കോവിഡിന്റെയും മഹാമാരിയുടെയും ഒക്കെ നിഴലിൽ ജനങ്ങൾ ഒരിക്കൽ കൂടി അവസരം കൊടുത്ത ഈ ഗവൺമെന്റ് ഇപ്പോൾ 4 വർഷക്കാലങ്ങൾ പിന്നിട്ടിരിക്കുന്നു. തെറ്റുകൾ തിരുത്താൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ അതിനു മുമ്പുണ്ടായിരുന്ന 5 വർഷക്കാലം ചെയ്തതിനേക്കാൾ കൂടുതൽ ജനവിരുദ്ധ നയങ്ങളുമായി, ജനവിരുദ്ധ പരിപാടികളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളത്ത് ഉണ്ടായത്. കൂത്താട്ടുകുളത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെങ്കൊടി എഴുതിയ, വർഷങ്ങളോളം ചെങ്കൊടി പിടിച്ച ഒരു സഖാവ്, ഒരു വനിതാ പ്രവർത്തക കലാരാജു എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വനിതാ പ്രവർത്തക, ആ പ്രവർത്തക കൂറുമാറിയിട്ടില്ല, കൂറുമാറും എന്ന് കരുതിയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ ആ കലാരാജുവിനെ തെരുവിൽ അതിഭീകരമായി നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ആ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു സ്വന്തം സഹപ്രവർത്തകയെ മൃഗീയമായി പാർട്ടി ഓഫീസിനകത്ത് കൊണ്ടുപോയി മൃഗീയമായി മർദ്ദിക്കുകയും ആ സഹപ്രവർത്തകയെ വായിൽ കൊള്ളാത്ത നേച്ചമായ ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പുലഭ്യം പറയുകയും ചെയ്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള, പഞ്ചായത്തിന്റെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, ആ നേതാക്കന്മാരാണ് കൂത്താട്ടുകുളത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവരെ സംരക്ഷിക്കാനാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ശ്രമിക്കുന്നവരായ ബഹുജനങ്ങളെ, ഈ സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങൾ എനിക്ക് മുമ്പ് സംസാരിച്ചവരെല്ലാവരും തന്നെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സമൂഹത്ത്, നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കടമ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപരമായ സംരക്ഷണം ഏതൊരു വ്യക്തിക്കും നൽകുക എന്നതാണ്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് നിർവഹിക്കുന്നില്ല എന്നാണ് വ്യക്തമാവുന്നത്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഈ അടുത്ത നാളുകളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഒരു സമീപനം, ഇതൊരു ജനാധിപത്യ രാജ്യമാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് അവരുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ അവർ ചെയ്തതാണ് ശരി, ഇതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടതാണ് എന്നൊരു നിലപാടിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നത്. അവര് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ രീതി അംഗീകരിക്കുന്നില്ല, അത് സംരക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് വ്യക്തമായി ഇവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. അപ്പൊ ആ തരത്തില് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മര്യാദകളും ഒരു പൗരന്റെ ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു നാട്ടിൽ ഞാനും നിങ്ങളും ഇതിനെതിരെ സമരം ചെയ്യുകയും ഇതിനെതിരെ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നതിൽ കവിഞ്ഞ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? അത് പരിഹരിക്കാൻ കഴിയുന്നത് ജനാധിപത്യത്തിൽ അതിനുള്ള അവസരം കിട്ടുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് വരെ ഇത്തരം ഭരണാധികാരികളുടെ തെറ്റായ സമീപനങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. KP ധനപാലൻ അവർ, പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം
ഇന്ന് സംസ്ഥാനത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കൊള്ളയ്ക്കും അതുപോലെ തന്നെ അക്രമ ഭരണത്തിനുമെതിരെ പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കൾ പ്രതികളായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങൾക്ക് എതിരെയാണ് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണ ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുൻ MP ശ്രീ KP ധനപാലൻ അവർക്ക് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ധർണയിൽ അധ്യക്ഷത വഹിച്ച പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ AG സഹദേവന് പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ധർണയെ അഭിവാദ്യം ചെയ്ത മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ മുനമ്പത് സന്തോഷ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MJ ടോമി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് TN ലെവൻ ഉൾപ്പെടെയുള്ള പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹികൾ, പാർട്ടിയുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും ഈ ധർണ കാണുവാനും കേൾക്കുവാനും വന്ന ഇന്നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു.